ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിപ്പോൾ ഒരു ഫുൾ ലോങ് വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമ്മൾ നേരെ ഒരു മറ്റേ M500 ഇല്ലേ, അതും എടുത്തുകൊണ്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരുത്തരം കണ്ട് അവനെ അടി കൊടുക്കാൻ പറ്റിയില്ല. അപ്പുറത്ത് ഇന്നവനെ ഒരു ഹെഡ് ഷോട്ടും കൊടുത്ത് അവനങ്ങ് താഴെ ഇട്ട്. പിന്നെ ഇവിടെ ഒരുത്തരം 37 കൊടുത്ത് തസൂക്കിയിട്ട് കയറി ചെന്ന് ഒരടി കൊടുക്കാൻ നോക്കി, പറ്റിയില്ല. പിന്നെ ഒരടി കൊടുത്ത് അവൻ്റെ ഹെഡിൽ തന്നെ കയറി. പിന്നെ നമ്മൾ നേരെ കയറി ചെന്ന് ടീമേറ്റുമായിട്ട് അടി കൊണ്ടുണ്ട്. അവനൊരു ഹെഡും കൊടുത്ത് നമ്മൾ 3 കില്ലാക്കി. പിന്നെ ആ ഒരു റൗണ്ട് അവൻ കളന്നുപോയി. പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ M80 എടുത്തിറങ്ങി നമ്മൾ തസൂക്കയായിട്ട് നേരെ കയറി ചെന്ന്. ഇവിടെ ഇതിൻ്റെ അകത്ത് ചെന്നപ്പോൾ ഒരുത്തൻ എന്തിനു ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അവനൊരു ഹെഡും കൊടുത്ത് നമ്മൾ നേരെ തസൂക്കയായിട്ട് വീണ്ടും അങ്ങ് അകത്തോട്ട് കയറി. തസൂക്കയിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ പേര് ഞാൻ പോയി പെട്ടു കൊടുത്തറിയാം. തസൂക്കയായിട്ട് പോകാൻ നോക്കി, പക്ഷേ നമ്മൾ അവിടെ കിടന്ന് തന്നെ 3 ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ പിന്നത്തെ റൗണ്ട് അറിയാമല്ലോ, ഞാൻ ഇല്ലെങ്കിൽ പിന്നെ ടീമേറ്റ് എടുക്കൂല, ന്യൂബന്മാരാണ്, എന്ത് ചെയ്യേ. പിന്നത്തെ റൗണ്ട് P90 എടുത്തപ്പോഴാണ് എനിക്കൊരു ഇത് വന്നത്, ഡെസേർട്ട് ഓൺലി കളിച്ചാലെന്ന്. അങ്ങനെ ഇനിയുള്ള റൗണ്ട് ഡെസേർട്ട് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കയറി ചെന്ന് ഗൈസ്. നമ്മൾ നേരെ കയറി ചെന്ന് ഇവിടെ ഒരുത്തനെ കണ്ട് ഇവന് കുത്തിപ്പിടിച്ചിട്ട് ഇപ്പം ചത്തേനെന്ന് പറഞ്ഞൊരു നിലയിലാണ് നിന്നത്. പിന്നെ നമ്മൾ ഗ്ലൂ വാളിട്ട് മെഡിക്കിറ്റ് അടിച്ച് സെറ്റാക്കി. പിന്നീട് നമ്മൾ ആ മെഡിക്കിറ്റും അടിച്ച് ഗ്ലൂ വാളും പൊട്ടിച്ച് നേരെ കയറി ചെന്ന് ഇതിൻ്റെ മണ്ടിലോട്ട്. ഇപ്പം തന്നെ അവനൊരു പൊളപ്പ ഹെഡും കൊടുത്ത് നമ്മൾ വീണ്ടും നേരെ കയറി ചെന്ന്. അപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ വുഡ് പേക്കർ, അവൻ കുത്തിപ്പിടിച്ച് നമ്മളെ ഉള്ള ഡാമേജ് എല്ലാം തന്നു. നമ്മൾ അത് മറ്റെന്തിനോ വച്ചാണ്. പിന്നെ അവന് എങ്ങനെയൊക്കെ ചാടി ഹെഡ് ഷോട്ടും കൊടുത്ത് ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ തന്നെ കളി എടുത്തിട്ടുണ്ട്, 3 കില്ലായി. പിന്നത്തെ രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് വുഡ് പേക്കറൊന്നും വേണ്ട, എടുത്ത് കള എന്നുള്ള രീതിയിൽ എല്ലാം എടുത്ത് കളഞ്ഞ് നമ്മൾ ഫുൾ വെസ്റ്റും വാങ്ങിച്ച് നമ്മൾ നേരെ കയറി ചെന്ന് നമ്മൾ വീണ്ടും നമ്മൾ സിബ് ലൈന് പിടിച്ച് കയറി ചെന്ന്. അപ്പോഴാണ് ഇവിടെ നമ്മളടിക്കണത് കേട്ടോ. അവനും ഒരു ഹെഡ് ഷോട്ട് കൊടുത്ത്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് അടിക്കാൻ വേണ്ടി വന്നു. അവനും ഒരു ഹെഡ് ഷോട്ട് കൊടുത്ത്. ഇവിടെ നിൽക്കണുണ്ട്. നമ്മളെ ടീമേറ്റിനെ അടിച്ചിട്ട് നമ്മൾ വിടുമോ, അവനങ്ങ് അടിച്ചങ്ങ് അച്ചാറാക്കിയിട്ടുണ്ട്. നമ്മൾ 3 റൗണ്ട് എത്തിച്ച്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് അവന്മാരെടുത്ത്. അങ്ങനെ നമ്മൾ 3-2 അവസ്ഥയായി. നമ്മൾ വീണ്ടും കയറി ചെന്നിട്ട് ഒരുത്തന് 1 ടാപ്പ് അടിക്കാൻ നോക്കാനാണ് നോക്കണം. ഇവിടെ ഇന്നപ്പോൾ നമ്മളെ ടീമിനെ ഒരു തടിച്ചിട്ട് അവനെ വിടുമോ, അവനെ ഒറ്റ 1 ടാപ്പ് 356 കൊടുത്ത് അവനങ്ങ് താഴെ ഇട്ട്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം നമ്മളെ ടീമേറ്റിനൊക്കെ അടിച്ച് ഇവിടെ ഒരുത്തൻ നിൽക്കുന്നതാണ്. നമ്മൾ അതിൻ്റെ മേളിലോട്ട് കയറിപ്പോയപ്പോൾ തന്നെ അവൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ അവൻ MP40 നിൽക്കണം. നമ്മൾ ഗ്ലൂ വാൾ വിട്ട് സൈഡാക്കി നേരെ കയറി ചെന്ന്. ഇവിടെ കയറി ചെന്നപ്പോൾ അവന്മാർ പിറകെ ഒന്നും ഞാൻ കണ്ടില്ല ഗൈസ്. അവിടെ കിടന്ന് നമ്മൾ വീണ്ടും വച്ചേറായി. പിന്നത്തെ 3ാമത്തെ റൗണ്ട് സോൺ ചതിച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ കിടന്ന് ചത്ത് ഗൈസ്.